വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ന് കുട്ടികൾക്കൊക്കെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പം നമുക്ക് കുട്ടികളെയൊക്കെ വേഗം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുകയാണ്. ഇതിപ്പോൾ കുറച്ച് ജോലികളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ചായ തിളപ്പിക്കുകയാണ്. നമ്മൾ പാലിൻ്റെ പാടൊക്കെ എടുത്ത് മാറ്റാൻ കേട്ടോ. എന്നിട്ട് എനിക്ക് ഹസ്ബൻഡിനുള്ള ചായ തിളപ്പിക്കുകയാണ്. ബാക്കി പാലൊക്കെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെനിക്ക് മരുന്ന് കലക്കി കുടിക്കാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഹസ്ബൻഡ് മാത്രമേ ചായ കുടിക്കുകയുള്ളൂ. കുട്ടികൾക്കൊന്നും ചായ കൊടുക്കത്തില്ല. കുടിവെള്ളം കാലം തിളപ്പിച്ചത് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം എനിക്ക് ജോലികളൊക്കെ ചെയ്യാനുണ്ട്. മുട്ട എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കണം. ആദ്യം കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ എടുത്തിട്ട് ഉപ്പൊക്കെ കലക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രൗൺ ഷുഗർ ഇട്ടിട്ടാണ് ചായ കുടിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റേ പോയിസൺ ഷുഗർ ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമല്ല. പിന്നെ ഞങ്ങളെല്ലാം അത് നിർത്തിയാണ് ഞാൻ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായ ഞങ്ങൾ റെഡിയാക്കാണ്. അപ്പോൾ നല്ല ചായ ആയിരിക്കണം. ഹസ്ബൻഡ് ചായയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചായ ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ നന്നായിട്ട് കുടിക്കുകയൊന്നുമില്ല, അതവിടെ ബാക്കി വെക്കും. പിന്നെ എന്തായാലും കുറേയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചായ ഉണ്ടാക്കുന്നത്. ആളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതുണ്ട്. പിന്നെ എനിക്കിഷ്ടമാണ്, ഞാൻ ആളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി അവസാനം എനിക്കും ആ രീതിയിലുള്ള ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആൾക്കുള്ള കപ്പൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ അകത്തുകൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാവിലേക്ക് ഞാൻ അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മാവ് അവിടെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ഓൾറെഡി നേരത്തെ ചിരണ്ടി ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് തേങ്ങ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് നടക്കില്ല. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ പോയാലും സ്പീഡപ്പ് ആവാൻ പറ്റുന്നില്ല. കൈയും കാലൊക്കെ വേദന ആയിരിക്കുള്ളൂ, എനിക്ക് പുറമൊക്കെ നല്ല വേദന ആയിരിക്കുള്ളൂ. അപ്പോൾ അത്രത്തങ്ങാണ്ട് സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും പരമാവധി നമ്മൾ ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ജോലികൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരാളുടെ വണ്ടി 8:45 ആകുമ്പോഴേക്കും വരും. അപ്പം മൂന്നാമത്തെ ആളാണെങ്കിൽ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര പാടാണ്. എഴുന്നേറ്റ ആളും എല്ലാം ചെയ്യിക്കാനൊക്കെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും സ്പീഡപ്പ് ആവില്ല. അവിടെ പപ്പയുടെ കയ്യിലാണ് അടുത്ത ആൾ, അവരുടെ അപ്പയുടെ കയ്യിലാണ്. അപ്പോൾ നാലാമത്തെ ബേബിനെ അപ്പം നോക്കുന്നതുകൊണ്ടും പിന്നെ ബാക്കി മൂത്ത കുട്ടികളൊക്കെ ആ കുഞ്ഞാവനെ അവിടെ കിടത്തുമ്പോൾ അവർ കളിപ്പിച്ച് നോക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ സമയത്താണ് ഞാൻ എൻ്റെ കിച്ചൺ ഡ്യൂട്ടികളൊക്കെ ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് മറ്റേ ആളുടെ കാര്യം കൂടി പെരുക്കി പോകാൻ നോക്കാണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് കേട്ടോ. കാരണം ചായൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വേഗം കൊടുക്കുന്നതാണ് ചെറിയ ചൂടോടുകൂടി കുടിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇരുന്നിരുന്ന് തന്നെ എൻ്റെ ചായ കാറിപ്പോവും. അവസാനം ഞാൻ ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കും. അതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ഒരുവിധം വലുതാവണ വരെ നമുക്ക് ഒരു ക്ഷമയില്ലാണ്ട് ഒരു ഹർബറിയായിട്ടൊക്കെ ചെയ്യണം. ഇപ്പം നാലാമത്തെ കുഞ്ഞുവാനെ നോക്കണം, മൂന്നാമത്തെ കുഞ്ഞാവാണെങ്കിൽ കുറച്ച് വലുതായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവളുടെ കാര്യം കൂടി നോക്കാനുണ്ട്. നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ബാക്കി മൂത്ത പേര് രണ്ടുപേരും തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഒരുവിധ ഏജായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനെൻ്റെ കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തത് കട്ട് ചെയ്ത് അതൊക്കെ അങ്ങനെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കൾ അവിടെ അവരുടെ കാര്യങ്ങളും പിന്നെ കുഞ്ഞാവേനൊക്കെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എനിക്കെൻ്റെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 8 മണി ആകാറായിട്ടുണ്ടായിരുന്നു. 7:30 7:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല, വേഗം ചെയ്യാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല സൈസ് മുട്ടക്കറികൾ കണ്ടോ ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ തന്നെ സ്ഥിരം കറികളൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഞാൻ അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പൊട്ടറ്റോ ആക്കി ഇട്ടിട്ട് രണ്ടാം പാലും തനിപ്പാലൊക്കെ എടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അങ്ങനെ ഒരു കറിയാണ് എൻ്റെ കറികളെല്ലാം എന്തായാലും തട്ടിക്കൂട്ട് കറികളായിരിക്കും. കാരണം എനിക്ക് പാരമ്പര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ തട്ടിക്കൂട്ട് കറികളൊക്കെയാണ് കൂടുതലും ചിലപ്പം നന്നായി വരുന്നത്. നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്ന കറികളൊന്നും ചിലപ്പോൾ നന്നായി വരുന്നു ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ പാലടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ കുട്ടികൾക്കുള്ള സമ്മാനപ്പൊതികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്, അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ മൂന്നാമത്തെ ആൾ അബിഗേലിനെ നമ്മൾ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ. ആൾ ടൈം കിഡ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആളുടെ ഓട്ടോ വരും, ഓട്ടോയിലാണ് കയറ്റി വിടുന്നത്. മറ്റേ രണ്ടുപേരും മൂത്തവർ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കി ഹറിബറിയിലാണ്. കാരണം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കറി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പിന്നെയും സമയം കിട്ടും. അപ്പോൾ അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ ഇരുമ്പ് പാത്രത്തിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്തൊക്കെ വെച്ചിട്ട്
അതൊക്കെ കട്ട് ചെയ്ത് വേഗം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾ എൻ്റെ ഉടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് ഉടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് ഉടുപ്പ് എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരാൾ മാലാഖയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാലാഖയുടെ ചിറകൊക്കെ ആൾക്ക് ഓൾറെഡി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു ഇനി അത് കഴിഞ്ഞിട്ട് എൻ്റെ കറികൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. അതായത് നമ്മൾ കല്ലുപ്പിടുത്തിട്ടിട്ടു. ഇപ്പോൾ നമ്മുടെ മക്കൾ റെഡി ആവാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞാവയ്ക്കും പൊട്ടറ്റ് ബോയിൽ ചെയ്തത് കുറച്ച് എടുത്തിട്ട് നമ്മൾ വെള്ളം ക്രീമാക്കിയിട്ട് നമ്മൾ അത് വായിൽ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ കുറച്ച്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതിനിടയ്ക്ക് ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മൂന്നാമത്തെ ആൾ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് മടിയാണ്. പിന്നെ മൂന്നാമത്തെ ആൾക്ക് മൂത്ത ചേച്ചിയാണ് ഫുഡൊക്കെ വാരി കൊടുത്തത്. അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് അവളുടെ ബോക്സിൽ വെച്ചതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് 2-3 പീസ് എടുത്തിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതേ ആളെ ഞാൻ റെഡി ആക്കണം. മറ്റവർ രണ്ടുപേരും തന്നെ റെഡി ആയിക്കോളും. ആളതേ മുടി കെട്ടണം, പൊട്ട് തൊടണം. അപ്പോൾ മുടിയൊക്കെ കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം അവൾ പറയുന്ന കളർ തന്നെ നമ്മൾ ബുഷൊക്കെ എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ എല്ലാത്തിനും കുറച്ച് വാശിയും പ്രശ്നങ്ങളൊക്കെയാണ്. എങ്കിലും നമ്മളിതൊന്ന് തട്ടിക്കൂട്ടി കയറ്റി വിടണമല്ലോ. പക്ഷേ എന്ത് ചെയ്യാം ഗൈസ്, ഞങ്ങൾ റെഡി ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ഓട്ടോ വന്ന് പോയി. അപ്പോൾ ഇനി ആളെ റെഡിയാക്കിയിട്ട് നമ്മൾ പപ്പ കൊണ്ടുപോയി ആക്കണം. അതാണ് ചില ദിവസങ്ങളിൽ ഒട്ടും രക്ഷയുണ്ടാവില്ല. ആളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അതേ അപ്പോൾ ഞാനിങ്ങനെ ബുഷ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു വൈറ്റും ഒരു റെഡും മാത്രമേ ഉള്ളൂ കേട്ടോ. 2 ഇല്ല. ഒന്നില്ലെങ്കിൽ റെഡ് 2 വേണം, അല്ലെങ്കിൽ വൈറ്റ് 2 ഇതില്ല. അപ്പോൾ ഞാൻ കുറച്ച് തപ്പി. പിന്നെ എനിക്ക് വീട് മുഴുവൻ കിടന്ന് തപ്പാനായിട്ട് ഒരു രക്ഷയില്ല ഗൈസ്, നോ സമയം. അതുകൊണ്ട് വേഗം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഒരു സൈഡിൽ വൈറ്റും കെട്ടാം, ഒരു സൈഡിൽ റെഡും കെട്ടാം. അങ്ങനെ ആൾ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഞാൻ കെട്ടുവാണ് കേട്ടോ. കെട്ടണതിൻ്റെ ഇടയ്ക്ക് കൂടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രസമാണ്. ഞാൻ ആദ്യം ഒരു ബുഷ് എടുത്തു ഒരു സൈഡിൽ മുടി കെട്ടാനായിട്ട്. അപ്പോൾ അത് ആളെ എന്ത് ചെയ്ത് സമ്മതിച്ചില്ല. ആ ബുഷ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ അടുത്ത വൈറ്റ് എടുത്തു. അങ്ങനെ അതാണ് നമ്മൾ ചിലപ്പോൾ കെട്ടി വെച്ച ബുഷ് വരെ ഞാൻ അഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അഴിച്ചിട്ട് വേറെ 2ാമത് കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ആൾ പറയണത് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ ആളെ ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റവരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് റെഡി ആവുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ നിങ്ങൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഒരുങ്ങാൻ താല്പര്യവും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? കാരണം നമ്മുടെ ഈ 3 പേരുടെയും കൂട്ടത്തിൽ കൂടുതൽ ഒഴിഞ്ഞ് നടക്കാൻ താല്പര്യമുള്ള ഒരാളുണ്ട്. അതാരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും കൂടുതലും. പിന്നെ ഇവൾക്കും അങ്ങനെ അങ്ങോട്ട് ഒരുങ്ങി നടക്കുന്നത്. ഒരുങ്ങി നിർത്തുമ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ആൾ ഒരുങ്ങാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴും മുടി കെട്ടാൻ വിളിക്കുമ്പോഴൊക്കെ കുറച്ച് മടിയാണ്. എല്ലാത്തിനും കരച്ചിലും ബഹളവും ഒരുതരം വാശിയൊക്കെ കാണിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം വേണമെന്നേ. ഇവരുടെ കാര്യങ്ങൾ എന്നെ നോക്കാമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വേണം. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെ കയറും കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ നമുക്കിപ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല ക്ഷമ പിടിച്ചിരിക്കുകയാണ്. അതേ നമ്മളിത് പൊട്ടിൻ്റെ കളറൊക്കെ അവൾ പറയണത് തന്നെ നമ്മൾ കുത്തി കൊടുക്കണം. അതേ വൈറ്റ് റെഡ് എന്നൊക്കെ എന്നാണ്. അപ്പോൾ അവൾക്കിപ്പോൾ ഏകദേശം കളറുകളൊക്കെ ഒരുവിധം അറിയാം കേട്ടോ. അപ്പോൾ അവൾ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ കൂടുതൽ അവൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഫോട്ടോയിൽ ഇതിൽ കാണണം അവളുടെ മുഖം കണ്ണാടിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പൊക്കി നിർത്താൻ പറയുന്നു. ഞാൻ പൊക്കി നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി എന്നുള്ളൊരു സമാധാനത്തിൽ എനിക്കൊരു സന്തോഷമായി. അത് കഴിഞ്ഞത് അപ്പോൾ ടൂറിന് പോകാനായിട്ടുള്ള പൈസ അത് കഴിഞ്ഞിട്ട് ഇവർ ടൂർ പോകുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന്. നമ്മളങ്ങനെ വിടാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷമൊന്നും നമുക്ക് എന്തായാലും ടൂർ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികളെ വിടാൻ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ അത് അവർ ടൂറിന് പോകാനുള്ള കാശ് അപ്പാപ്പയുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അതിന്ന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളങ്ങനെ വിടാറില്ല. പക്ഷേ നമുക്ക് കൊണ്ടുപോകാനും പറ്റാത്തതുകൊണ്ട് അവരെ ടൂർ വിടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അഭിജ്ഞാനെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഭക്ഷണം, വാട്ടർ ബോട്ടിൽ എല്ലാം എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അവളോട് തന്നെ പറയാമെന്നാണ്. അത് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ കൂട്ടുകാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 പേരുണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഉപയോഗിച്ചില്ല. നമുക്ക് എപ്പോഴും നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ടാവും. ഈ വീഡിയോ പിടിക്കാനും ഇത് റെക്കോർഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സത്യം പറഞ്ഞ സമയമൊന്നും കിട്ടാറില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പല ദിവസങ്ങളിലും പല വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തത്. വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ വേണ്ടതോ ചെരുപ്പത് എൻ്റെ ബ്ലൈൻഡ്സ് ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വെട്ടം കുറവ് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലൈൻഡ്സ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് ചെരുപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം ചെരുപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പം ആളെ വേഗം സമയത്ത് കണക്കുമ്പോൾ പപ്പയുടെ കൂടെ വിടണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ബാക്കിയുള്ള മക്കളൊക്കെ റെഡിയായി അത് ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കുഞ്ഞുവാവേനെ നോക്കണമായിരുന്നു.
കാരണം കുഞ്ഞാവ് അവിടെ കരച്ചിൽ തുടങ്ങിയായിരുന്നു. കുഞ്ഞാവ് എന്ത് ചെയ്ത് ഉറങ്ങണില്ല. അപ്പോൾ കുറേ നേരമായിട്ട് ഉറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് നല്ല ഭംഗിയില്ലേ മാലയെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ ഇട്ട് കൊടുത്ത മാല ആൾക്ക് പറ്റാതെയായി. അപ്പോൾ ചേച്ചി കൊണ്ടുവന്ന മാല ആ മാല വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും ആ മാല മാറ്റാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇനിയും ഉണ്ട് ട്വിസ്റ്റ് നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഇടാനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞത് നമ്മൾ കുഞ്ഞാവ് ഭയങ്കര കരച്ചിലായിട്ട് ഞാൻ പിന്നെ കുഞ്ഞാവിനെ എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ കുഞ്ഞാവിനെ നമ്മൾ മേടിച്ചാലല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പേനെ കൂടെ ആളെ പറഞ്ഞു വിടണമല്ലോ. അപ്പോൾ പപ്പയ്ക്ക് റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് പപ്പ റെഡി ആവാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ആൾ ഭയങ്കര ഹാപ്പിയൊക്കെയാണ്. അത് കഴിഞ്ഞ് മുഖം വാടിയുണ്ടോ അത്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചപ്പോഴൊന്നും ആൾ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരുടെ ബാക്കി ആ 2 പേരുടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ ഫോട്ടോസൊന്നും അത്ര വലിയ ക്ലാരിറ്റിയിലൊന്നും വന്നില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴത്തെ കയ്യിൽ നമ്മുടെ കുഞ്ഞുവാവയും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മറ്റേ ആളെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് അവളുടെ വലിയേച്ചി കയറി പോവാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഗൈസ് ആ ചെരുപ്പ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കിട്ടിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ ഏത് ചെരുപ്പ് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേറൊരു വൈറ്റ് ഷൂസുണ്ട്, ആ ഷൂസ് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മതിയെന്ന് പറയും. അങ്ങനെ അത് വലിയേച്ചി എടുക്കാൻ പോകുന്നതാണ് കണ്ട. അതൊക്കെ വലിച്ചെറിയാണ് ഗൈസ്. ഇത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ പ്രോഗ്രാമിനൊക്കെ റെഡിയാക്കി നിർത്തുമ്പോൾ ആ റെഡിയാക്കി നിർത്തിയ ഡ്രസ്സ് ഞാൻ ഊരി മാറ്റി കൊടുക്കേണ്ട ഗതി വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞത് ഞങ്ങളൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ അത് സക്സസ് ആയില്ല. അതുകൊണ്ട് കണ്ട ഞങ്ങൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചത് എന്താണ് കാര്യം എന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വഴക്കിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവരിങ്ങനെ കളറൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് നല്ല ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണല്ലോ. പിന്നെ മറ്റേ ആൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഷൂസ് നമുക്ക് ചേച്ചി പോയി നോക്കിയിട്ട് ഒരു ഷൂസ് എവിടെ കണ്ടുള്ളൂ, നമ്മുടെ ഷൂ റാക്കിൽ ഒരു ഷൂസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. മറ്റേ ഷൂസ് കാണാനില്ല എന്ന് പറഞ്ഞു. അതിന് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും ഗൈസ്. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞാവും കൂടി ഞങ്ങളൊരു ചെറിയ ഫോട്ടോഷൂട്ടിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അത് കഴിഞ്ഞത് ഞങ്ങൾ 2 പേരും കൂടി ആയിട്ടോ. അപ്പോൾ ഇന്ന് ഇതത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.